2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമൊട്ടാകെ ചർച്ചാ വിഷയമായ തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യയുടെ ഭാവി എന്താകും, ഇനി ആര് ഇന്ത്യ ഭരിക്കുമെന്നെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയുമെല്ലാം. ഇന്ത്യയിലെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ ചൈനീസ് മാധ്യമങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഫലം വന്നതോടെ പ്രധാനമന്ത്രി മോദിക്കുണ്ടായിരുന്ന സീറ്റ് കുറഞ്ഞതിൽ ചൈനക്കാർ ആഹ്ലാദിക്കുകയാണ് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈന ഇങ്ങനെ സന്തോഷിക്കാൻ ഒരു കാരണവുമുണ്ട്. ചൈനീസ് സർക്കാർ നടത്തുന്ന ഗ്ലോബൽ ടൈംസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ അതെന്തുകൊണ്ടാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിലെത്തുമെന്ന് ജൂൺ 4 ഫലങ്ങൾ കാണിച്ചിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയായ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാണ് ചൈനീസ് സർക്കാർ നടത്തുന്ന ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. മോദിയുടെ പ്രതിച്ഛായയ്ക്ക് ഏറ്റ കനത്ത തിരിച്ചടി എന്നാണ് ചൈനയുടെ പക്ഷം. ഇനിയുള്ള കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ നിബന്ധനകൾ രാജ്യത്തുണ്ടാക്കിയേക്കാവുന്ന പരിഷ്കാരങ്ങളെയും നിർണായക നടപടികളെയും തടയും. അതുതന്നെയാണ് ചൈനീസ് മാധ്യമങ്ങളും വിദഗ്ധരും ഉയർത്തിക്കാട്ടുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. ചൈനീസ് ഉത്പാദന മേഖലയുമായി മത്സരിക്കാനും ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് വോട്ടർമാർ അവരുടെ പ്രയോറിറ്റി മാറ്റിയതെന്നും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെ എന്നും എടുത്തു പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന നടത്തുന്ന വാർത്താ ഏജൻസി. അതേസമയം ഇന്ത്യ ഡിഫീറ്റ്സ് ഹെയ്റ്റ്, വിദ്വേഷത്തെ ഇന്ത്യ പരാജയപ്പെടുത്തി എന്ന് ഡൗൺ എന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രവും റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 1-2 മോദി സർക്കാരുകൾ വിദേശ നിർമ്മാതാക്കളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരുന്നു. എന്നാൽ ചൈനയ്ക്ക് അത് നല്ലതായിരുന്നില്ല. ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ പ്രധാന നിർമ്മാതാക്കളായ ഫോക്സ്കോൺ ചൈനയിൽ നിന്ന് ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റുകയും ചെയ്തു. ഫോക്സ്കോണിന് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സബ്സിഡിയാണ് ഈ മാറ്റത്തിന് സഹായകമായത്. തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയുടെ ചെയർമാൻ 2023 പലതവണ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം വെച്ച് പരിഷ്കാരങ്ങളിൽ ഇന്ത്യ മന്ദഗതിയിലാകുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൽപാദനത്തിന് ഇന്ത്യ മോശമാണെന്ന ധാരണ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് കഴിഞ്ഞ വർഷം ചൈന ഡെയിലി വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. GDPയിലുള്ള താഴ്ചയും മന്ദഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥയും ചൈനയിൽ നിന്ന് വിയറ്റ്നാമിലേക്കും ഇന്ത്യയിലേക്കും നിക്ഷേപകർ ഓടിപ്പോകാൻ ഇടയാക്കിയിട്ടുണ്ട്. ചൈനയ്ക്ക് അതൊരു അടിയുമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള ചൈനയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തെറ്റാണെന്ന് കാണിക്കേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ സഖ്യ സർക്കാർ ഇന്ത്യൻ പരിഷ്കാരങ്ങളെ മന്ദഗതിയിലാക്കുമെന്ന് ചൈന വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് ചൈന കാണാൻ പോകുന്നതേ ഉള്ളൂ.